വാട്സ്ആപ്പ് വരും. നമുക്കിന്നൊരു റോഡ് ട്രിപ്പ് പോവാം. സസ്കറ്റൂണിൽ നിന്നും ടൊറന്റോയിലേക്കുള്ള യാത്രയാണ്. അടുത്ത 3 ദിവസമുള്ള യാത്രയാണ്. ഏകദേശം 2700 കിലോമീറ്ററോളം ദൂരം വരും. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പകല് വണ്ടി ഓടിക്കുക, രാത്രി എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം എന്നുള്ള പ്ലാനിലാണ്. ഇവിടെ ഹൈവേയിൽ ഒരുപാട് റെസ്റ്റ് ഏരിയകളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റെസ്റ്റ് ഏരിയ കണ്ട് 1350 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. സസ്കറ്റൂണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് മാനിറ്റോബയാണ്. കുറച്ചേരം ഞാൻ റെസ്റ്റ് ഏരിയയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം പകലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. ഒരു അത്യാവശ്യം നമുക്ക് ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഈ പോകുന്ന റൂട്ടെല്ലാം നല്ല ഭംഗിയാണ്. കാരണം വെച്ചാൽ 2 സൈഡും പാടങ്ങളാണ്. മെജോറിറ്റി ഗോതമ്പ് പാടങ്ങളാണെന്ന് തോന്നുന്നു. ബേസിക്കലി സമ്മർ ടൈം ആയിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. മാനിറ്റോബയിൽ വെന്നിപ്പെഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അടുത്ത ഹോൾട്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ സമ്മറാണ്. ഏതെങ്കിലും സൂപ്പർ സ്റ്റോറുകളുടെ പാർക്കിങ്ങിൽ നമുക്ക് അഭയം പ്രാപിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ വിന്നിപ്പെഗ് വാൾമാർട്ടിൽ കയറി അവിടെ നിന്ന് ഡിന്നറൊക്കെ വാങ്ങിച്ച് കഴിച്ച് സെറ്റായി കാറിനകത്തിരിക്കുന്ന സമയത്താണ് ആകാശത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് ഞാൻ കാണുന്നത്. നോക്കിയപ്പോൾ ഇതാണ് സാധനം. ഇതാണ് അറോറ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. ഇത് പൊതുവെ നോർത്തേൺ ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ അറോറ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് വോൾമാർട്ടിന്റെ പാർക്കിങ്ങിൽ, ഒന്ന് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് മാറി ഒരു പാർക്കിൽ നിന്ന്, മൂന്നാമത്തത് ഞാൻ മാനിറ്റോബയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തണ്ടർബേയിലേക്ക് പോകുന്ന വഴി ഹൈവേയിൽ വെച്ചെടുത്തതാണ്. വളരെ കുറച്ച് നേരം മാത്രമാണ് എനിക്ക് വിസിബിലിറ്റി കിട്ടിയത്. വോൾമാർട്ടിന്റെ പാർക്കിങ്ങിൽ അന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്തതിന് ശേഷം വെളുപ്പിനെ തന്നെ ഞാൻ തണ്ടർബേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് തണ്ടർബേയിലെ റെസ്റ്റ് ഏരിയ. ഇവിടെ ഞാൻ 2-3 സ്ഥലങ്ങളിൽ കയറിയിരുന്നു. ഒരു സ്ഥലത്ത് കയറിയപ്പോൾ മൊത്തത്തിൽ കാട്, ചുറ്റും കാട്, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്പോട്ട് നോക്കി. ഇത് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു ലേക്കിൻ്റെ സൈഡിലാണ് റെസ്റ്റ് ഏരിയ. ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും RVയിലും കാറിലൊക്കെ ആയിട്ട് യാത്രക്കാർ ഒരുപാടുണ്ട്.
വരുന്ന വഴിയിൽ നല്ല നല്ല ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും നിർത്തി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ കാരണം പറഞ്ഞ പോലെ ക്യാമറ യൂസ് ചെയ്യാനോ ഈ മൊബൈൽ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാക്ക് ടു ബാക്ക് വണ്ടികളും വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് നിർത്തിയെടുക്കാമെന്ന് വിചാരിച്ചാലും പോലും നടക്കൂല. അങ്ങനെ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വി ആർ ഫൈനലി റീച്ചിങ് ടൊറൻറ്റോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക. അതേപോലെ തന്നെ ഞാൻ ടൊറൻറ്റോനെ കുറിച്ചും സസ്കാറ്റൂനെ കുറിച്ചും ചെയ്തൊരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം പാക്കലാം ഗൈസ്. സിയാ, ബൈ ബൈ.